കൊല്ലം തേവലക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. മിഥുന്റെ അമ്മ സുജയെ മരണവിവരം അറിയിച്ചതായി ബന്ധുക്കൾ പറഞ്ഞു. തുർക്കിയിലുള്ള സുജയെ ഫോണിൽ ലഭിച്ചു. ഉടൻ നാട്ടിലെത്താൻ അമ്മയെ അറിയിച്ചെന്നും ബന്ധുക്കൾ പറഞ്ഞു. കുട്ടിയുടെ അമ്മയായിട്ട് എൻ്റെ വൈഫ് പോയിട്ടുണ്ട്. അവൾ സംസാരിച്ചിട്ടുണ്ട്, കാര്യം പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ അമ്മയെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർ സ്ത്രീകളാകുമ്പോൾ നമ്മൾ പറയുന്ന കണക്കല്ല, അതിൻ്റേത് രീതി പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ മാഡത്തിനെയും കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വരാനുള്ള ബാക്കി കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും. മരണപ്പെട്ടു എന്ന് പറഞ്ഞില്ലെങ്കിൽ സ്വാഭാവികം അവർ ഒരുപക്ഷെ നമ്മൾ തിരിഞ്ഞു വരാനുള്ള ഒരു നടപടി സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് മരണപ്പെട്ടു എന്നുള്ള വിവരം എന്തായാലും നമ്മളുടെ ഡെത്ത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്വാഭാവികം പിന്നെ മനുവിൻ്റെ വൈഫ് അത് കേട്ടിട്ടുണ്ട്. മകനെ നഷ്ടപ്പെട്ടതിൽ ആരെയും കുറ്റപ്പെടുത്താനില്ലെന്ന് അച്ഛൻ മനോജ് പറഞ്ഞു. പണിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ വൈകിട്ട് നേരത്തെ വരാൻ മോനെ എന്നും പറഞ്ഞ് ഞാൻ പോരുന്നതാ. മോനെ അവിടെ കൊണ്ടാക്കിയിട്ടേ എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല. എൻ്റെ മോനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ പോരുന്നേ. അത്ര അറിയത്തുള്ളൂ. ഷമീർ അബ്ദുള്ളുണ്ട് വിവരങ്ങളുമായി. ഷമീർ, ആ അച്ഛന്റെ വേദന അത് അത്രയും അതീവ ദുഃഖകരമാണ്. ഇപ്പോൾ അമ്മയെ കൂടി വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ അമ്മയുടെ മടങ്ങിവരവ് എപ്പോഴായിരിക്കും? സ്കൂളിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടോ? എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? സ്കൂളിൽ ഇപ്പോൾ കോവൂർ കുഞ്ഞുമോൻ എം എൽ എയുടെ നേതൃത്വത്തിൽ മാധ്യമങ്ങളെ കാണുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിൽ KSU പ്രവർത്തകർ ഇവിടെ കയറി മാനേജ്മെന്റ് അധികൃതരെയും അടക്കം കരിങ്കൊടി കാണിച്ചു. ഒരു കുട്ടിയുടെ മരണത്തിൽ ഇവർ നിസ്സാരവൽക്കരിക്കുകയാണ് മാനേജ്മെന്റ്. അതിൽ മാനേജ്മെന്റ് മറുപടി പറഞ്ഞേ മതിയാകൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വനിതാ പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ഈ മാനേജ്മെന്റിന്റെ മുറിയിലേക്ക് കടന്ന് അവിടെ കരിങ്കൊടി കാണിച്ചവരെ ബലം പ്രയോഗിച്ച് നമുക്ക് പുറത്ത് കാണാം. ബലം പ്രയോഗിച്ച് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. ഒരു സംഘർഷ സാധ്യത ഈ സ്കൂളിന്റെ മുൻവശത്ത് ഉണ്ട്. എന്തായാലും ഇവിടെ ഭൂരിപക്ഷം ആളുകളും ഈ സ്കൂളിനെതിരെയുള്ള ഒരു വികാരം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളിനകത്ത് നിൽക്കുന്ന ആളുകളെ പുറത്തേക്ക് ഇറങ്ങാം. നമുക്ക് പുറത്ത് വലിയ സംഘർഷമുണ്ട്. എന്തായാലും ഈ പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ജനരോക്ഷം, അതായത് KSU പ്രവർത്തകരെ കൂടാതെ തന്നെ നാട്ടുകാരടക്കമുള്ള ആളുകളെ ഇവിടെ നിന്നും പോലീസ് നീക്കം ചെയ്യുന്ന വലിയ പ്രതിഷേധം ഉയരുകയാണ്. കോവൂർ കുഞ്ഞുമോൻ എം എൽ എക്ക് നേരെ KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. അതിനുശേഷമാണ് പ്രവർത്തകർ ഇത്തരത്തിൽ നാട്ടുകാരെ നീക്കം ചെയ്യാനായി പോലീസ് ശ്രമിച്ചത്. നിങ്ങളിത് അറിഞ്ഞു വന്നെയാണ്? എന്താണ് അറിഞ്ഞല്ല. ഞാൻ ഈ നാട്ടുകാര് ഞങ്ങൾക്ക് കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ എന്റെ മുതുമുത്തത്തിൽ ഉണ്ടാക്കിയ സ്കൂളായിരുന്നു ഇത്. ഇത് എന്റെ മുതുമുത്തത്തിൽ തെന്നൂർ ഗോവിന്ദൻ ചാന്നാർ ഉണ്ടാക്കിയ സ്കൂളാ. നാട്ടുകാരുടെ ഒരു വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ട്. സ്കൂളിന് മുമ്പിൽ കൂടി നിൽക്കുന്ന ആളുകളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് പോലീസ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആളുകൾ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ഷമീർ, ഇപ്പോൾ മിഥുന്റെ വീട്ടിൽ നിന്ന് ശ്രീരാജ് കൂടി ചേരുന്നുണ്ട്. ശ്രീരാജ്, ആ കുടുംബത്തിന് അത്രത്തോളം വേദന ഉണ്ടാക്കുന്ന ഒരു മരണമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ളത്. അമ്മയെ വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ മടക്കം എപ്പോഴായിരിക്കും? ആ കുടുംബത്തിന്റെ വേദന നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാണ്. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അല്പസമയം മുൻപാണ് അമ്മയെ ഈ മകൻ്റെ മരണവിവരം അറിയിച്ചത്. ബന്ധുക്കൾ ആദ്യഘട്ടത്തിൽ അത്യാഹിത വിഭാഗത്തിലാണ് അപകടം പറ്റി എന്ന വിവരമായിരുന്നു അറിയിച്ചിരുന്നതെങ്കിൽ പോലും പിന്നീട് ഈ സുജ ജോലി ചെയ്യുന്ന ആ കുടുംബത്തെയും അതുപോലെ തന്നെ സുജയെയും മകൻ മരണപ്പെട്ട വിവരം അറിയിച്ചിട്ടുണ്ട്. വലിയ വൈകാരിക നിമിഷമായിരുന്നു ആ ഘട്ടത്തിൽ ഈ വീട്ടിലുണ്ടായിരുന്നത്. ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേർ ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ബന്ധുക്കൾ തന്നെയാണ് ഈ വിവരം സുജയെ ഫോണിലൂടെ വിളിച്ച് അറിയിച്ചത്. ഇനി നാട്ടിലേക്ക് വരാനുള്ള മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുകയാണ്. അല്പസമയം മുൻപ് കൊടിക്കുന്നിൽ സുരേഷ് MP ഇവിടെ എത്തിയപ്പോഴും അത് എത്രയും വേഗത്തിൽ തിരികെ സുജയെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വീട്ടിൽ ഇപ്പോഴും നിരവധി ആളുകൾ ഈ മരണവിവരം അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ സ്കൂൾ പരിസരത്ത് വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഒരു വശത്ത് അമ്മയെ ഈ മരണവിവരം അറിയിച്ചിട്ടുണ്ട്. അമ്മയുടെ മടക്കം എപ്പോഴാണ് എന്നതിലാണ് ഇനി അറിയേണ്ടത്. ശ്രീരാജ് ബാബുവും ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ നൽകിയത്.